ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ 2024-25 വർഷത്തെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ ആണോ അതുപോലെ തന്നെ ഓൺലൈൻ ആണോ, പിന്നെ എങ്ങനെയാണ് ക്ലാസ്സുകൾ, എല്ലാ ജില്ലയിലും ഇതിൻ്റെ സെൻറ്റർ ഉണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാട്ടോ, ഒരുപാട് വീഡിയോ ഒന്നും ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ ഇതിന് ഒന്നാമത് യൂണിഫോം മസ്റ്റാണ് കേട്ടോ. യൂണിഫോം ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആണോ ചോദിച്ചിട്ടുണ്ട്. ഫ്രീ ആണ്, ബട്ട് അവർക്ക് PTA ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അത്രയും ഉണ്ടാവും, ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആദ്യം തന്നെ അഡ്മിഷൻ ഫീസ് വന്നിട്ട് 5000 രൂപ കിട്ടണം എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ FDGT ആണ് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ആണോ, അതെ ഓൺലൈൻ ആണോ ചോദിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ ആയിട്ട് ഇല്ല. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പോകേണ്ടി വരും. ഇതിൻ്റെ അറ്റൻഡൻസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്യും, ബട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ തന്നെ എടുത്ത് മേടിക്കേണ്ടി വരും. ഓക്കെ, ചിലവർ പറയുന്നത് കേട്ടത് മെറ്റീരിയലൊക്കെ തരുന്നതാണ്, ചിലവർക്ക് മെറ്റീരിയൽ കിട്ടില്ല കേട്ടോ. അങ്ങനെയുണ്ട്. നമുക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും പോയി പഠിക്കാം, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും പോയി പഠിക്കാം. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ആധാർ കാർഡ്, അതുപോലെ തന്നെ SSLC പാസ്സായിരിക്കണം, SSLCൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത് 3 മാത്രമാണ് കൊടുത്തത്. പക്ഷേ നിങ്ങൾ എല്ലാ സംഭവവും എടുത്തോളൂ, അതായത് ഇൻകം, കമ്മ്യൂണിറ്റി, റേഷൻ കാർഡ്, അങ്ങനത്തെ സംഭവങ്ങൾ ഞാനെല്ലാം കൊണ്ടുപോകട്ടെ. ഞാൻ ഒരെവിടെ പോകുന്ന സമയത്ത് ഞാൻ എല്ലാം കൊണ്ടുപോകുന്ന ഒരാളാണ്. സെൻറ്ററിൽ പോയിട്ട് സെൻറ്ററുകൾ തപ്പേണ്ട ആവശ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററുകൾ മെയിനായിട്ട് നോക്കി വെച്ചിട്ട് പോകാം, നിങ്ങൾ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നത് കേട്ടോ. കേരളത്തിലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇത് ഫുള്ളായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നോക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിലെ മൊത്തം ഉണ്ട് 42 ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിലുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ചിലപ്പോൾ അവർക്ക് ലിങ്ക് അറിയില്ല കേട്ടോ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ ലിങ്ക് എന്തായാലും താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, എന്നാൽ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ട് SLCയും തുല്യതയും വേണം കേട്ടോ. 10th പാസ്സായവർക്ക് മാത്രമേ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ നിങ്ങൾക്ക് കൊടുക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അതിൽ ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ജില്ലകളും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഫാഷൻ ഡിസൈനിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെ നോക്കാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ.